ഞാൻ തിരുവനന്തപുരത്ത് വന്ന SFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ ഭാരവാഹിത്വമൊക്കെ ഒഴിഞ്ഞ് ലോ കോളേജിലെ പഠിത്തമെല്ലാം കഴിഞ്ഞ് 75 ആലപ്പുഴയ്ക്ക് വരുന്നു. അടിയന്തരാവസ്ഥയിൽ. അപ്പോൾ ഞങ്ങൾ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളിൽ രാജ്യരക്ഷാ നിയമം ഞങ്ങൾ ജയിലിലൊക്കെ പോയിട്ടാണ് വരുന്നത്. അന്ന് മുതൽ അറിയാം. അത് SNDP ജനറൽ സെക്രട്ടറി ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആവുന്ന SNDP യോഗ ഇലക്ഷൻ. അന്ന് VS ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി. അന്ന് ആലപ്പുഴ ജില്ലയിലെ അതിലെ വോട്ടർമാരുണ്ടാവും. SNDP യോഗത്തിൽ വോട്ടർമാരായ കുറച്ച് സഹാക്കളൊക്കെ ഉണ്ടാവും. അവരുടെ എല്ലാം പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. എനിക്കത് അന്ന് മുതൽ അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായകമായ ഒരുപാട് സമയത്ത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം തള്ളത്തില്ല. അതാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ വിലയിരുത്തൽ. പിന്നെ അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി. അദ്ദേഹം പറയാറുണ്ട് CPM-നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന അഭിപ്രായങ്ങളും അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം എല്ലാവരെയും പറ്റിയും പറയാം. ഏറ്റവും കൂടുതൽ പറയുന്നത് കോൺഗ്രസിനെ പറ്റിയാണ്. മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടുകളുടെ ശുദ്ധതയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച് തീർക്കാമെന്നേ ഉള്ളൂ. അതാരെങ്കിലും പോയി സംസാരിക്കാനുണ്ടായിരുന്നു മുമ്പ്. അതിനപ്പുറമൊന്നും അതേപ്പറ്റി പറയാനില്ല. അതൊക്കെ നിങ്ങൾ വായിച്ചില്ലേ? അത് വായിച്ചാൽ മതി. ഞാൻ ഉള്ളത് പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ മലബാറിലങ്ങും പോയില്ല. എന്നോട് ഒന്നും ചോദിക്കണ്ട. അങ്ങനെ റോട്ടില്ല. ഈഴവ വട്ടമൊന്നും റോട്ടില്ല. തൊഴിലാളികൾ, കൃഷിക്കാർ, മറ്റിടത്തരക്കാർ, സമ്പന്നന്മാർ, അങ്ങനെ പല വിഭാഗമുണ്ട്. അതിൽ എല്ലാ സമുദായക്കാരും ഉണ്ട്. ഈഴവ വോട്ടൊന്നും റോട്ടൊന്നുമില്ല. ഇതൊന്നും ഇവിടെ ഒന്നും ഇപ്പം വിലയിരുത്തേണ്ട കാര്യമില്ല. പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തത്. കൊടുക്കാത്ത ടെലിവിഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വേറൊന്നും പറയാനില്ല.